സീക്രെറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്യാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോം TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യ പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തന്നെ പൈസക്കരി ഫൊറോനോയിലെ ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണത്തിലെ 7-ാം പ്രമാണമായ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, സീക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ 7-ാം പ്രമാണം പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ആടാമ്പാറ ഇടവകക്കാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, അല്ലേ? യെസ്, ദൈവപ്രമാണങ്ങൾ 10 ഉണ്ട് എന്നും അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് 7-ാം പ്രമാണം എന്ന് നിങ്ങൾക്കറിയാം. ഏതാണ് 7-ാം പ്രമാണം? മോഷ്ടിക്കരുത്. മോഷ്ടിക്കരുത് എന്നുള്ളതാണ് 7-ാം പ്രമാണം. അതായത് മോഷണം എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ധാർമ്മിക മാനങ്ങളെക്കുറിച്ചാണ് 7-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ മതബോധന ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി മോഷ്ടിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഇല്ലാത്തതെന്തോ മറ്റൊരാളിൽ ഉള്ളതുകൊണ്ടാണ് അയാൾ മോഷ്ടിക്കുന്നത്. ഒരു കാരണമാകാം. അതല്ല എങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വന്തമായി വയ്ക്കണം എന്ന മോഹം കൊണ്ട് മോഷ്ടിക്കും. മോഷണം എന്ന് പറയുന്നത് ഇപ്പോൾ വഴി കിടക്കുന്ന ഒരു പേന എടുത്തുകൊണ്ട് പോകുന്നത് മോഷണത്തിൻ്റെ പരിധിയിൽ വരാം, ഇല്ലേ? പിള്ളേർ അമ്മ വറുത്ത് വെച്ച മീൻ തിന്നുന്നത് മോഷണമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അതേസമയം വലിയ മോഷണങ്ങളുണ്ട്. അതായത് രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന തീവെട്ടിക്കൊള്ളകൾ മോഷണങ്ങളായിട്ട് നമ്മൾ കാണാറുണ്ട്. 1,00,000 കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ അത് മോഷണത്തിൻ്റെ ഒരു ഭീകര രൂപമാണ്. അതായത് ചൂഷണം, അഴിമതി ഇവയിലൂടെ സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന വലിയ മോഷണങ്ങൾ വരെയും ഈ 7-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കാൻ അവകാശമുണ്ട്. അതെന്തുമാത്രം വയ്ക്കാൻ പറ്റും? അത് ഈ സ്വകാര്യ സ്വത്തിൻ്റെ മേൽ രാഷ്ട്രത്തിനുള്ള അവകാശം എന്താണ്? തുടങ്ങിയ ധാർമ്മിക വിഷയങ്ങളൊക്കെയും ഈ 7-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 7-ാം പ്രമാണത്തെക്കുറിച്ചുള്ള വിചിന്തനം ആത്യന്തികമായി നമുക്കറിയാം ധാർമ്മികതയുടെ എല്ലാ മാനങ്ങളെയും സ്പർശിക്കാൻ മാത്രം വിശാലമായ ഒരു പ്രമാണമാണ് ഈ 7-ാം പ്രമാണം എന്ന് പറയുന്നത്. അതായത് ഒരു സാമാന്യ നീതിയുടെ എല്ലാ മാനങ്ങളും ഇതിൽ ഉൾപ്പെടും. തൊഴിൽ ചെയ്തവന് കൂലി കൊടുക്കണം, തൊഴിൽ ചെയ്യാതെ കൂലി മേടിക്കാൻ ശ്രമിക്കുന്നത്, ചെയ്യാത്ത തൊഴിലിന് കൂലി മേടിക്കുന്നത് പോലെ തന്നെ അപകടമാണ്, അല്ലെങ്കിൽ അനീതിപരമാണ് ചെയ്ത ജോലിക്ക് അർഹമായ കൂലി കൊടുക്കാതിരിക്കുന്നു. അപ്രകാരം സാമൂഹ്യ പ്രബോധനങ്ങൾ എന്ന രീതിയിൽ സഭ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ 7-ാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നമുക്കറിയാം റേരും നൊവാരും മുതൽ ഈ അടുത്ത കാലത്ത് ലൗദാത്തോ സി വരെയും പരിശുദ്ധ പിതാക്കന്മാർ നടത്തിയ പ്രബോധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്. ഈ സാമൂഹ്യ നീതിയുടെ മാനങ്ങളെക്കുറിച്ചുള്ള ഈ പ്രബോധനങ്ങളിൽ വലിയൊരു പങ്കും വരുന്നത്
ഈ 7-ാം പ്രമാണത്തിൻ്റെ പരിധിയിലാണ് എന്ന് നമുക്ക് വ്യക്തമാകും. ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്കിടയിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങളെല്ലാവരും 7-ാം പ്രമാണത്തെ സംബന്ധിക്കുന്ന മതബോധന ഗ്രന്ഥത്തിലെ പാഠഭാഗങ്ങൾ വായിച്ചൊരുങ്ങി അതിൻ്റെ വെളിച്ചത്തിൽ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക, അല്ലേ? യെസ്, അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. മോഷ്ടിക്കരുതെന്ന കൽപ്പനയെക്കുറിച്ച് പിതാവിൻ്റെ ക്ലാസ് നമ്മൾ ശ്രവിച്ചു. നമ്മൾ അതിനെക്കുറിച്ചുള്ള മതബോധന ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ വായിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട അതുപോലെ തന്നെ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി ചോദ്യങ്ങൾ രൂപീകരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമുക്ക് ചർച്ചകൾ അവസാനിപ്പിച്ചാലോ? ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഓക്കെ, ആരാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, സാറാണ്, സജി സാറാണ്. ഓക്കെ, സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സ്വകാര്യ സ്വത്ത് സമ്പാദനം ആദിമസഭയിൽ ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് സഭയിൽ സ്വകാര്യ സ്വത്ത് സമ്പാദനം ആരംഭിച്ചത്? എന്താണ് ഇതിന് കാരണം? സജി സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ആദിമസഭയിൽ എല്ലാവരും സ്വത്തുകൾ വിറ്റ് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്ന പതിവായിരുന്നു. അങ്ങനെ ഏൽപ്പിക്കുന്നതിൽ മടി കാണിക്കുകയോ ഒളിച്ചുകളി നടത്തുകയോ ചെയ്ത അനനിയാസിൻ്റെയും സപ്പീറായുടെയും കഥയടക്കം നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. വളരെ ഭീകരമായൊരു കഥയാണ്. ഇതെല്ലാമായിട്ടും പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം ഇട്ടേച്ചിട്ട് എല്ലാവരും സ്വത്ത് കൈപ്പിടിക്കാൻ തുടങ്ങി. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സജി സാറിൻ്റെ ചോദ്യം, അല്ലേ? യെസ്, എന്തുകൊണ്ടാണെന്ന് സജി സാറിന് തന്നെ അറിയാം. മനുഷ്യൻ കൊടുക്കാൻ മടിയുള്ളായിരുന്നു, അല്ലേ? അതെ, കൊടുക്കാൻ മടിയുള്ളവരാണ്. കാരണം അന്യാസും സപ്പീറായി അതിൻ്റെ ഒരു പ്രതീകമാണ്. കൊടുക്കാൻ അവർക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷേ നമുക്കറിയാം ദൈവം ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെട്ടതല്ല. എല്ലാവരും കൂടി സ്വത്തെല്ലാം വിറ്റ് ഒരാളുടെ ഏൽപ്പിച്ച് അവർ വഴിയെല്ലാം വിതരണം ചെയ്യണം എന്നുള്ള ഒരു ജീവിതക്രമമായിരുന്നില്ല യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. യഹൂദർക്കെല്ലാം സ്വന്തമായി സ്വത്ത് കൈവശം വയ്ക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആ അവകാശം അവർക്ക് തങ്ങളുടെ ദൈവദത്തമായ അവകാശമായി തന്നെ പരിരക്ഷിക്കാൻ സാധിച്ചിരുന്നു. 50 കൊല്ലം കൂടുമ്പോൾ ഈ കൈവശാവകാശത്തിൽ വന്നിട്ടുള്ള അന്യായങ്ങളും അതിക്രമങ്ങളും പരിഹരിക്കാനുള്ള വ്യവസ്ഥ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ജൂബിലി വർഷത്തിൽ സംഭവിക്കുക. അതായത് സ്വകാര്യ സ്വത്ത് എന്നുള്ളത് നമുക്കറിയാം ദൈവം അനുവദിച്ച ഒരു കാര്യമാണ്, അല്ലേ? അന്യൻ്റെ സ്വത്ത് മോഹിക്കരുത് എന്ന് ദൈവപ്രമാണം തന്നെ ഉണ്ട്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അന്യന് സ്വത്തുണ്ട് എന്നും ആ സ്വത്ത് കൈവശം വയ്ക്കാൻ അവൻ അവകാശമുണ്ട് എന്നും ദൈവം തൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് തെറ്റാണ് എന്ന ഒരു കാഴ്ചപ്പാട് ബൈബിളിലില്ല. എന്ന് മാത്രമല്ല, ഒരുവന് അവൻ്റെ കുടുംബത്തോടൊത്ത് ജീവിക്കുന്നതിന് ന്യായമായ രീതിയിൽ സ്വകാര്യ സ്വത്ത് ആവശ്യമാണ് എന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പിന്നെ ആദിമസഭയിൽ എന്താണ് ഇവരെല്ലാവരും വിറ്റുപെറുക്കി ഇങ്ങനെ കൊണ്ടേ കൊടുത്തത്? ആദിമസഭയിലെ വിശ്വാസികൾ വിചാരിച്ചിരുന്നത് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത ഈശോ മിശിഹ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന്. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തിരിച്ചു വരും, അല്ലെ അടുത്ത മാസമായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ ഈശോ ഇതാ വരാൻ പോകുന്നു, അതുകൊണ്ട് ഇനി നമുക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല, യാതൊന്നും കൈവശം വയ്ക്കേണ്ടതില്ല, എല്ലാം വിറ്റുപെറുക്കി അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച് അവരെല്ലാവരും സന്തോഷത്തോടെ കൈകൊട്ടി പാടി ഇരുന്നു ഈശോ വരുന്നതും നോക്കി. ഈശോ വന്നില്ല എന്നുള്ളത്, ഉടനെയൊന്നും വന്നില്ല. അവർ വിചാരിച്ചത് സമയത്തൊന്നും ഈശോ വരുന്നില്ല. ഒരു തലമുറ തന്നെ കടന്നുപോയി ഈശോയെ കാണാതെ. ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെ നടപടി പുസ്തകത്തിലുണ്ട്.
സ്വത്ത് അല്ലെങ്കിൽ ഭക്ഷണം വീതം വയ്ക്കുമ്പോൾ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നതായിട്ട് സൂചനകളുണ്ട്, ഇല്ലേ? ഗ്രീക്കുകാർ അങ്ങനെ പരാതിപ്പെട്ടപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അപ്പസ്തോലന്മാർ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. നടപടി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അങ്ങനെ ഡീക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് എസ്തപ്പാനോസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. അതൊക്കെ ഒരു സൂചനയാണ്. അതായത് എല്ലാം വിറ്റുപെറുക്കി ഒരു അധികാര കേന്ദ്രത്തെ ഏൽപ്പിക്കുകയും അവരത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സംവിധാനം പ്രായോഗികമായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ആ സംഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതിന് സ്ത്രീയന്മാർ തന്നെ പറയുന്ന മറുപടി എന്താണ്? അതൊക്കെ നോക്കി നടത്താൻ നിങ്ങൾ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കും. ഞങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളിനി ഈ സ്വത്തിൻ്റെ പുറകെ നടക്കാനില്ല. അതുകൊണ്ട് നിങ്ങളത് ആരെയും വെച്ച് നടത്തിക്കൂ, അതിന് പറ്റിയവരെ തിരഞ്ഞെടുത്തോളാനൊക്കെ പറഞ്ഞ അപ്പസ്തോലന്മാർ ഒരു പരിധി വരെയും ഈ ഒരു സോഷ്യലിസത്തിൽ നിന്ന് ഒരു ചുവട് മാറി നിൽക്കാൻ അപ്പസ്തോലന്മാർ തന്നെ ശ്രമിക്കുന്നത് നമുക്ക് നടപടി പുസ്തകത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആദിമസഭയിലെ എല്ലാം വിറ്റുപെറുക്കി അവിടെ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച് സ്വന്തമായി സ്വത്തില്ലാതെ ജീവിക്കുന്ന ആ വ്യവസ്ഥിതി ദൈവം വിഭാവനം ചെയ്ത വ്യവസ്ഥിതി ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് ഈശോ മിശിഹ ഉടനെ തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ അവർ എത്തിച്ചേർന്ന ഒരു നിഗമനം മാത്രമായിരുന്നു എല്ലാം വിറ്റുപെറുക്കാനുള്ളത്. അതേസമയം അതിലൊരു വലിയ നന്മയുണ്ട്. ഏതാണ്? അവരുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരുന്നില്ല. അതായത് പങ്കുവയ്ക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അരൂപി അത് ക്രിസ്തീയമായ അരൂപിയാണ്. ആ പങ്കുവയ്ക്കലിനും സാഹോദര്യത്തിനും വേണ്ടി ഉള്ള വഴി എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നതാണ് എന്ന് അവർ ധരിച്ചത് അവരുടെ തെറ്റായ ധാരണയായിരുന്നു. അഥവാ ഒരു വ്യക്തിക്ക് സ്വന്തമായി സ്വത്ത് കൈവശം വയ്ക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനും അതുപോലെ സാഹോദര്യ മനോഭാവത്തോടെ വ്യാപരിക്കാനും കഴിയണം. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എല്ലാം രാഷ്ട്രത്തെ ഏൽപ്പിച്ചിട്ട് രാഷ്ട്രം എല്ലാവർക്കും ആവശ്യമുള്ളത് കൊടുക്കും എന്ന് കമ്മ്യൂണിസം പഠിപ്പിച്ചു. അതായത് തികച്ചും അപ്രായോഗികമായ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൽക്കാലികം മാത്രം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസ്ഥിതിയാണ് ഈ പറയുന്ന സ്വകാര്യ സ്വത്ത് ഇല്ലാത്ത എല്ലാം പൊതുവായി കരുതുന്ന വ്യവസ്ഥിതി. അത് പൊതുവായി കരുതുന്ന വ്യവസ്ഥിതി നിലനിൽക്കും എവിടെയാണ്? മനുഷ്യരെല്ലാം അത്ര കണ്ട് ആഴത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ. നമുക്കറിയാം, നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങൾ, സന്യാസ ഭവനങ്ങൾ അവയൊക്കെയും ഈ ആദിമസഭയുടെ ചൈതന്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. കാരണം എന്താണ്? ഒരു മഠത്തിൽ 5 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. 5 സിസ്റ്റേഴ്സിൽ ഒരാൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കാണും, ഒരാൾ ഒരു ഡിസ്പെൻസറി ജോലി ചെയ്യുന്നയാളാകും, ഒരാൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്ന കാണും, 2 പേര് ഒരു പണിയെടുക്കാതെ വയ്യാത്ത അമ്മമാർ ചിലപ്പോൾ മഠത്തിൽ കാണും. ഈ 3 പേരുടെ സമ്പത്ത് കൊണ്ട് അവർ 5 പേരും ഒരുപോലെ ജീവിക്കുന്നു. മഠത്തിൽ എന്തുണ്ടാക്കിയോ അതെല്ലാവരും ഒരുപോലെ തിന്നും. അവിടുത്തെ വരുമാനം എല്ലാവരും ഒരുപോലെ പങ്കുവെച്ച് അനുഭവിക്കുന്നു. അത് ആദിമസഭയുടെ ചൈതന്യമാണ്. ആ ചൈതന്യം ജീവിക്കണം എന്നുണ്ട് എങ്കിൽ വിശ്വാസത്തിൻ്റെ ദൃഢമായ ബന്ധങ്ങൾ ആവശ്യമുണ്ട്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് അപ്രായോഗികമാണ് എന്ന് കണ്ടതുകൊണ്ടും ദൈവം അപ്രകാരം ഒരു വ്യവസ്ഥിതി മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും പങ്കുവയ്ക്കാനും സാഹോദര്യം പ്രകടിപ്പിക്കാനും സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കുന്നത് തടസ്സമല്ല എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് ഈ പറഞ്ഞ സ്വകാര്യ സ്വത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റം ആദിമസഭയിൽ സംഭവിക്കുന്നത്. അതായത് ഈശോയുടെ 2ാം വരവ് ഉടനുണ്ടാകും എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് ആരംഭിച്ച ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ സാവകാശം തിരുത്തേണ്ടത്
അനിവാര്യമായ ഒരു ആവശ്യമായി ആദിമസഭയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ന്യായമായും കരുതാം. ഇതിനോടനുബന്ധിച്ചൊരു ചോദ്യമുള്ളത്, ഈ ഒരു ആശയം അത് ബൈബിളിലുള്ള കാര്യമല്ല, ദൈവം ആവശ്യപ്പെട്ടതുമല്ല. പിന്നെ ആരാണ് ഈ ആശയം സഭാ സമൂഹത്തിൽ കൊണ്ടുവന്നത്? അപ്പോസ്തലന്മാരാണോ, അതോ അന്നത്തെ നേതാക്കന്മാരാണോ, അതോ വിശ്വാസികളാണോ? രണ്ടാമതൊരു ചോദ്യം, അനന്യാസും സഫീറായുടെയും മരണം, അത് നമുക്കറിയാം ഈ പറയുന്ന ഒരു ആശയത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഇതിൽ വിശ്വസിച്ചില്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവർ കൊടുക്കാതിരുന്നത്. അതിൻ്റെ പേരിൽ അവർ മരണപ്പെടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു കാര്യമാണോ? കാരണം അത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു പരാജയമായിരുന്നു എന്ന് തന്നെ. പിന്നെ അവരുടെ മരണം ഒരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? യെസ്, അച്ഛൻ ചോദിച്ചത് വളരെ ഗൗരവമുള്ള 2 ചോദ്യങ്ങളാണ്. ഇതാരാണ് ഈ പരിപാടി തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പസ്തോലന്മാരങ്ങനെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. അതുതന്നെ പത്രോസ് അനനിയാസിനോടും സപ്പീറായോടും ചോദിക്കുന്നുണ്ട്, വിൽക്കുന്നതിന് മുമ്പ് നിൻ്റേതായിരുന്നില്ലേ, വിറ്റ ശേഷവും നിൻ്റേതായിരുന്നില്ലേ, നീ എന്തിനാണ് അതുകൊണ്ട് ഇങ്ങ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദിമസഭയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ 2ാം വരവ് ഉടനെയാണ്. അതായത് ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മളെല്ലാവരും ഈ ലോകം വിട്ട് പോകാൻ പോവുകയാണ് എന്ന ഒരു ചിന്ത കയറി കഴിയുമ്പോൾ പിന്നെ ഭൗതിക സ്വത്ത് അപ്രസക്തമായി തീരും. സ്വത്തിനോട് അത്രമേൽ ആർത്തി ഉണ്ടായിരുന്ന കാർന്നോന്മാർ പോലും മരണത്തോടടുക്കുന്ന നേരത്ത് പിന്നെ സ്വത്തിനെക്കുറിച്ച് ചിന്തയൊന്നുമില്ല. അത് നമ്മൾ പലപ്പോഴും കാണുന്ന അപ്രകാരം മരണം തൊട്ട് മുമ്പിലാണ്, ഈശോയുടെ 2ാം വരവാണ്, തങ്ങളെല്ലാവരും ഈ ലോകം ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു എന്ന് വന്ന ചിന്തയിൽ നിന്ന് ഉളവായ ഒരു സ്വാഭാവിക ചിന്ത മാത്രമാണ് ഈ സ്വകാര്യ സ്വത്ത് ഞങ്ങളിനി കൈവശം വയ്ക്കുന്നില്ല, അതെല്ലാവരുടേതുമായിട്ട് എടുത്തോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ആകാനാണ് സാധ്യത. അല്ലാതെ അത് ആദിമസഭയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചനകളുണ്ട് താൻ. ഇനി അനനിയാസിനെയും സപ്പീറായെയും സ്വത്ത് കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് ഈ മരണം സംഭവിക്കുന്നത് എങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. പത്രോസ് തന്നെ പറയുന്നുണ്ട് അവിടെ, പരിശുദ്ധാത്മാവിനെ നീ കബളിപ്പിച്ചു. അതാണ് തെറ്റെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത് അവർ കൈവശം വെച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ അതിനകത്ത് തെറ്റില്ല. കാരണം അപ്പസ്തോലൻ കൃത്യം പറയുന്നുണ്ട്, നിനക്ക് കൈവശം വയ്ക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? കാപട്യം കാണിച്ചു. അതായത് ഞങ്ങളുടെ കൈവശം ഇത്രയേ സ്വത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ദൈവത്തിരുമുമ്പിൽ നടത്തുന്ന വഞ്ചനയാണ്. പരിശുദ്ധാത്മാവിനെതിരായ തെറ്റ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടാത്ത തെറ്റ് എന്ന് പറയുന്നത്, അത് അപ്പസ്തോലൻ്റെ മുമ്പിൽ വന്ന് അത് പറയുമ്പോൾ ചില സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കപട കുമ്പസാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതായത് ഒരു വ്യക്തി വലിയ പാപത്തിൽ ചാവുദോഷത്തിൽ ജീവിക്കുന്നു, അയാൾ കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു, മോഷണം നടത്തി, സർവമാന തിന്മകളും നമ്മളുടെ ചിന്തയിലെ മഹാമാരക പാപങ്ങൾ എന്ന് വിളിക്കാവുന്ന എല്ലാം ചെയ്ത ഒരാൾ കുമ്പസാരക്കൂട്ടി വന്നു, പാപമൊന്നും ചെയ്തതായിട്ടൊന്നും ഓർക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പല വിചാരമൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടായി കാണും എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു. ഒരു പാപവും ചെയ്തിട്ടില്ലേ? കുമ്പസാരക്കാരൻ ചോദിച്ചു. ഇല്ല. അവന് പാപമോചന അച്ഛനൊരു 3 നന്മറിഞ്ഞവരെയും ചൊല്ലിക്കോളാൻ പറഞ്ഞു വിട്ടു. വാസ്തവത്തിൽ സഭാപിതാക്കന്മാർ പറയുന്നത് ഈ അനനിയാസും സപ്പീറായും ചെയ്യുന്നത് ഇതുപോലത്തെ പ്രവൃത്തിയാണ്. അതായത് സ്ലീഹന്മാരുടെ മുമ്പിൽ വന്ന് പറയുന്നത് കല്ല് വെച്ച് നുണ പറഞ്ഞു. സ്വത്തിൻ്റെ വിഷയമല്ലത്, മറിച്ച് ശ്ലൈഹിക സ്ഥാനത്തോട് കാണിക്കുന്ന അനാദരവ്, തിരുസഭയോടുള്ള അനാദരവ്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനാദരവ്. അപ്രകാരം രക്ഷയുടെ വഴികൾ സ്വയമേ അടച്ചു കളയുന്ന മനുഷ്യൻ്റെ പ്രതീകമായിട്ട് അവരുടെ പ്രവൃത്തിയെ വ്യാഖ്യാനിക്കാം. ആ മരണത്തെ ആധ്യാത്മിക മരണം എന്ന് വ്യാഖ്യാനിക്കുന്ന സഭാപിതാക്കന്മാരുണ്ട്. അനനിയാസും സപ്പീറായും ചാവുദോഷത്തെ മറച്ചു വെച്ചപ്പോൾ അവർ ആത്മീയമായി മരിക്കുന്നു.
ഏതൊരാത്മാവിനും സംഭവിക്കുന്ന ഇത് തന്നെയാണ്. അവർ തങ്ങളുടെ പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആത്മീയ മരണം സംഭവിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്ന സഭാപിതാക്കന്മാരുണ്ട് എന്നും കൂടി തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു സ്വത്തിൻ്റെ വിഷയമോ ഒരു സാമ്പത്തിക വിതരണത്തിൻ്റെ വിഷയമോ അല്ല, മറിച്ച് ദൈവത്തിരുമുമ്പിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട സുതാര്യതയെയും ആത്മാർത്ഥതയെയും സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് അതിനെ മനസ്സിലാക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളിലെ 7-ാം പ്രമാണത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ പാമ്പളാനി പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച ആടാമ്പാറ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.